നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായി സ്നേഹമുണ്ടോ എന്നുള്ളത് അറിയുവാനുള്ള കുറച്ച് സയൻസാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തിയുടെ സ്നേഹം ആത്മാർത്ഥമാണോ എന്നുള്ളത്. അങ്ങനെയുള്ള ആത്മാർത്ഥ സ്നേഹം ഉള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമതായി, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ രാവിലെ തന്നെ അവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് അയച്ചുകൊണ്ടായിരിക്കും. അതുപോലെ അവരുടെ രാത്രി ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ടായിരിക്കും അവർ ഉറങ്ങുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് ആദ്യം ചെയ്യുന്നത് അവർ ആയിരിക്കും എന്നുള്ളതും കൂടിയാണ്. അവരായിരിക്കും ആദ്യം നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് അയക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് അവർക്ക് നിങ്ങളോട് ഉള്ള ഇഷ്ടത്തിൻ്റെ ഒരു തോത് കാണിക്കുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി അടുത്തതായി, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളോട് മടുപ്പില്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് ചോദിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇത് അവരുടെ സന്തോഷമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഒരു ശല്യമായി തോന്നാം. എങ്കിലും മനസ്സിലാക്കുക, അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നിങ്ങളോട് മടുപ്പില്ലാതെ സംസാരിക്കുന്നു, നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ അത് നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണ് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ചെയ്യുന്നത്, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ ഏതു കാര്യത്തിനും കൂടെ നിൽക്കും എന്നുള്ളതാണ്. നിങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അത് ചിലപ്പോൾ അവർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ, അത് പകലായാലും രാത്രി ആയാലും അവർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാക്കും. അത് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അത് ഒരു ദിവസം തന്നെ പലവട്ടം അന്വേഷിച്ചു കൊണ്ടിരിക്കും. അത് കാണിക്കുന്നത് അവരുടെ ഉള്ളിലെ സ്നേഹത്തിൻ്റെ അവസ്ഥയാണത്. നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെ കാണാൻ അവർക്ക് വലിയൊരു ആഗ്രഹമായിരിക്കും. എത്ര കണ്ടാലും മതിയാവില്ല. ഇതായിരിക്കും അവരുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥ. എങ്ങനെയെങ്കിലും അവർ നിങ്ങളെ കാണാൻ ശ്രമിക്കും എന്നുള്ളതാണ്. നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ, നിങ്ങളെ സ്നേഹിക്കുന്നവർ ഒരു കൃത്യമായ സമയത്തായിരിക്കും നിങ്ങളെ വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും. ചിലർക്ക് സമയം ഒരു വിഷയമല്ല, അവർക്ക് തോന്നിയാൽ അപ്പോൾ തന്നെ വിളിക്കും. ചിലർ എപ്പോഴും നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കും. അതും നിങ്ങൾക്ക് ചിലപ്പോൾ ശല്യമായി തോന്നാം. അടുത്തതായി, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ, നിങ്ങളെ സ്നേഹിക്കുന്നവർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ നിങ്ങളോട് എപ്പോഴും പരിഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഇങ്ങനെ സ്നേഹം മറ്റാരോടും ഇല്ല. അതുകൊണ്ടാണ് നിങ്ങളോട് അങ്ങനെ പറയുന്നത്, പരിഭവങ്ങൾ. അപ്പോൾ ആ പരിഭവങ്ങൾ പറയുമ്പോൾ, നിങ്ങളത് കേൾക്കുമ്പോൾ അവർക്ക് ഒരു ആശ്വാസമാണ് കിട്ടുന്നത്. അതാണ് അവർ ഇങ്ങനെ നിങ്ങളോട് പരിഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി കാണാം. നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ, അവർ ഏത് സമയത്തും അവരുടെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഫോണിലൂടെ ആണെങ്കിൽ അങ്ങനെ
അല്ലെങ്കിൽ മെസ്സേജിലൂടെ അങ്ങനെ നിങ്ങളുമായി എപ്പോഴും ഒരു കണക്റ്റ്, നിങ്ങളുമായി എപ്പോഴും അവർ കണക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഒരു ദിവസത്തിൽ പല പ്രാവശ്യം അങ്ങനെ ആയിരിക്കാം. ഇനി അങ്ങനെ ഒരു ദിവസം പല പ്രാവശ്യം നിങ്ങളോട് മിണ്ടുവാനോ അങ്ങനെയൊന്നും പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ 2-3 ദിവസങ്ങൾ കഴിഞ്ഞുമാകാം. എന്ത് തന്നെ ആയാലും ഏത് സമയത്തും അവരുടെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. അതുപോലെ ഇനി നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് പറയും, എന്നാൽ അവരുടെ സ്നേഹം നിങ്ങൾക്ക് തരുന്നില്ല. അതായത് ഒരു നിശ്ചലമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതാണെങ്കിൽ അത് യഥാർത്ഥ സ്നേഹമായി പറയാൻ സാധിക്കില്ല. അതായത് സ്നേഹമുണ്ടെന്ന് പറയുകയും സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥ സ്നേഹമായി കാണാൻ സാധിക്കില്ല. ഇനി സ്നേഹമുണ്ടായാൽ തന്നെ അത് മുന്നോട്ട് പോകുവാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്നേഹമുണ്ടെങ്കിൽ അവർ എപ്പോഴും നിങ്ങളുമായി ഒരു അടുപ്പം, അതായത് നിങ്ങളുമായി ഫോണിലൂടെയോ മെസ്സേജിലൂടെയോ എപ്പോഴും ഒരു കണക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അവർ എന്നുള്ളതാണ്. ചിലപ്പോൾ അത് മറ്റുള്ളവരോട് പറയുകയും ചെയ്യും. അതായത് നിങ്ങൾ ഇങ്ങനെയാണ്, ഇവർക്ക് എന്തോ ഒരു മാറ്റമുണ്ട്, അങ്ങനെ ചിലപ്പോൾ അത് മറ്റുള്ളവരോട് പറയുകയും ചെയ്യും. ഇങ്ങനെയുള്ളവർ എല്ലാവരേക്കാളും അടുപ്പം നിങ്ങളോട് കാണിക്കുന്നതായി കാണാം. അതുപോലെ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾ എന്തെല്ലാം കാണിച്ചാലും അവരെ, അതായത് ദേഷ്യം കാണിച്ചാലും അവർ പിണങ്ങില്ല എന്നുള്ളതാണ്. അവർ കൂടെ നിൽക്കും എന്നുള്ളതാണ്. നിങ്ങളോട് സ്നേഹവും ഇഷ്ടവും ഇല്ലാത്തവർ എന്താണ്, ചെറിയൊരു കാര്യം മതി നിങ്ങളിൽ നിന്ന് അവർ മാറിപ്പോകും. അല്ലെങ്കിൽ കുറേ നാൾ അവർ നിങ്ങളോട് വിട്ടു നിൽക്കുവാനും സാധ്യതയുണ്ട്. നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെന്ത് കാണിച്ചാലും നിങ്ങളെന്തവരെ പറഞ്ഞാലും അവർ നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. നിങ്ങളോട് പിണങ്ങില്ല, നിങ്ങളെ സ്നേഹിക്കും എന്നുള്ളതാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവർ അവരുടെ ഇഷ്ടങ്ങൾക്കൊപ്പം നിങ്ങളുടെ ഇഷ്ടങ്ങൾ കൂടി പരിഗണിക്കും. നിങ്ങളുടെ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. നിങ്ങളെ സ്നേഹിക്കുന്നവർ അനാവശ്യമായി മറ്റുള്ളവർക്ക് നിങ്ങളെ കുറ്റപ്പെടുത്തുവാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയോ അങ്ങനെ പരിഹാരം കാണുവാൻ സാധിച്ചില്ലെങ്കിൽ അതിന് ഒരു ശ്രമം നടത്തുകയോ ചെയ്യും എന്നുള്ളതാണ്. നിങ്ങളുടെ എല്ലാ കാര്യത്തിനും നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഒരു പ്രത്യേക ശ്രദ്ധയുണ്ടാകും എന്നുള്ളതാണ്. അവരുടെ ചിന്തകളിൽ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ തങ്ങി നിൽക്കും. ഇവർ നിങ്ങളെ ചേർത്ത് പിടിക്കും. നിങ്ങൾ അവരുടേതാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനസികമായി വലിയൊരു സപ്പോർട്ടായിരിക്കും അവർ തരുന്നത്.